ദീപുവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാര്? ചൂഴാറ്റുകോട്ട അമ്പളി വെറും ഡമ്മിയോ? സാധാരണഗതിയിൽ ഒരു കൊലപാതകമുണ്ടാകുമ്പോൾ പോലീസിനെ ആശ്വസിക്കാനും പൊതുജനങ്ങൾക്ക് അത്യാവശ്യം വിശ്വസിക്കാനുമുള്ള എല്ലാ ചേരുവകളും കളിയിക്കാവിളയ്ക്ക് സമീപം കാറിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ദീപുവിൻ്റെ കൊലപാതകത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം കൈമനം വിവേക് നഗർ ദിലീപ് ഭവനിൽ സോമന്റെ മകൻ 45-കാരനായ ദീപു സോമനെയാണ് കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. കളിയിക്കാവിളയ്ക്ക് സമീപം പടന്താലും മൂട്ടിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 10:30-ക്കായിരുന്നു സംഭവം. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം. 12 വർഷം മുമ്പ് മലയൻകീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദീപു താമസിച്ചിരുന്നത്. ഒരു കൊലപാതകത്തിന് വേണ്ടുന്ന കൃത്യമായ ഒരു മോട്ടീവ് ഈ കേസിലുമുണ്ട്. കാറിലുണ്ടായിരുന്ന 10 ലക്ഷം രൂപ തട്ടിയെടുക്കുക, അതിനായി കൊല നടത്തുക. ചുമ്മാതൊരു മനുഷ്യൻ പണത്തിനു വേണ്ടി ഒരാളെ കഴുത്തറുത്ത് കൊല്ലുമോ? അതിനും വളരെ ലോജിക്കുള്ള ഒരു മറുപടിയുണ്ട്. നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ് ഈ കേസിലും കൃത്യം നടത്തിയിരിക്കുന്നത്. ആരാണ് അയാൾ? തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടയും 2 പ്രമാദമായ കൊലക്കേസുകളിലെ മുഖ്യപ്രതിയും 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന വട്ടപ്പേരിൽ അറിയപ്പെടുന്ന ഷാജികുമാർ. ചൂഴാറ്റുകോട്ട അമ്പിളിയാണത്രേ കൊല നടത്തിയത്. അമ്പിളിയും അക്കാര്യം തർപ്പിച്ചു പറയുന്നുണ്ട്. താനാണ് കൃത്യം നിർവഹിച്ചത്, കയ്യാളായി ആരും കൂടെയില്ലായിരുന്നു എന്ന്. ചൂഴാറ്റുകോട്ട അമ്പിളിയുടെ സിനിമാ കഥയെ വെല്ലുന്ന പഴയ ലീലാവിലാസങ്ങളെല്ലാം കേട്ട് ആളെ കാണാതിരുന്നാൽ എല്ലാവരും ഈ കഥ കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു. കാരണം വിശ്വസനീയമായ എല്ലാ ചേരുവകളും ഈ കഥയിലുണ്ട്. എന്നാൽ 59-കാരനായ ചൂഴാറ്റുകോട്ട അമ്പിളിയെ കണ്ടാൽ സാമാന്യ ബുദ്ധിയുള്ള ആരും പറയില്ല ഇയാൾ ഒറ്റയ്ക്ക് ഈ കൃത്യം നിർവഹിക്കുമെന്ന്. കാരണം 45-കാരനായ ദീപു വളരെ ആരോഗ്യ ദൃഢഗാത്രനാണ്. അമ്പിളിയാകട്ടെ കടുത്ത കരൾ രോഗിയാണ്. നന്നായി ഒന്നും നടക്കാൻ പോലും ശേഷിയില്ലാത്ത ആളുമാണ്. ഈ കൊലപാതകത്തിന് ഇതുവരെ ദൃക്സാക്ഷികളുള്ളതായി സ്ഥിരീകരിച്ചിട്ടില്ല. ഉള്ളത് വളരെ അവ്യക്തമായ CCTV ദൃശ്യവും നിർത്തിയിട്ട കാറിൻ്റെ ബ്രൈറ്റ് ലൈറ്റിന് മുന്നിലൂടെ പ്രേതം പോലെ പോകുന്ന ഒരാളുടെ അവ്യക്തമായ ഒരു സാധാരണ CCTVയുടെ ദൃശ്യം. അറുത്തു കൊന്നത് ചൂഴാറ്റുകോട്ട അമ്പിളിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ദീപുവിൻ്റെ കൊലപാതകം ഒരു കൊട്ടേഷൻ കൊലപാതകമാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തിനു കൊന്നു, ആര് കൊല്ലിച്ചു, ആരൊക്കെ ചേർന്ന് കൊന്നു, ഈ കൃത്യത്തിൻ്റെ ഗൂഢാലോചന ആരൊക്കെ ചേർന്നാണ് നടത്തിയത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടുന്നത്. കണ്ടാൽ സുമുഖനും സൗമ്യനുമായ ദീപുവിനെ എന്തിനാകാം കൊന്നത്? അദ്ദേഹം ഹിറ്റാച്ചി മേടിക്കുവാൻ പൊള്ളാച്ചിക്ക് പോയതാണെന്നും കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നെന്നും അത് കൈക്കലാക്കുവാൻ ഇദ്ദേഹവുമായി മുൻപ് പല ഇടപാടുകളും ഉണ്ടായിരുന്ന ചൂഴാറ്റുകോട്ട അമ്പിളി വണ്ടിയിൽ എങ്ങനെയോ കടന്നുകൂടിയെന്നും പാറശാലക്കാരൻ സുനിൽ എന്നൊരാളുടെ സഹായത്തോടെ ഗ്ലൗസും സർജിക്കൽ ബ്ലേഡും വാങ്ങിയെന്നും തമിഴ്നാട്ടിലെ കളിയിക്കാവിള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 200 മീറ്റർ അകലെ റോഡ് സൈഡിൽ വണ്ടിയിലിട്ട് കഴുത്തറുത്തു കൊന്നു എന്നുമാണ് ഒരു വാദം. എന്നാൽ തമിഴ്നാട് പോലീസിനോട് അമ്പിളി പറഞ്ഞ മറ്റൊരു കഥയുണ്ട്. താൻ ഈ കൊലപാതകം നടത്തിയത് ദീപു സോമൻ പറഞ്ഞിട്ട് തന്നെയാണെന്ന്. ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെ ഉണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപുവാണ് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നും ഭാര്യയ്ക്ക് അദ്ദേഹം എടുത്ത വലിയ ഇൻഷുറൻസ് തുക കിട്ടിക്കോട്ടെ എന്ന് കരുതിയുമാണത്രേ അമ്പിളിയെക്കൊണ്ട് ഈ കൊലപാതകം ദീപു ചെയ്യിച്ചത് എന്നും. അങ്ങനെ വേദനിപ്പിക്കാതെ കൊല്ലുവാൻ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ക്ലോറോഫോം മണപ്പിച്ച് ബോധം കെടുത്തിയെന്നും കയ്യിൽ ഗ്ലൗസ് ധരിച്ച് കാറിൻ്റെ പിൻസീറ്റിൽ നിന്നാണ് കഴുത്തറുത്തതെന്നും പോലീസിനോട് പറഞ്ഞു. മുമ്പിൽ ഒരു വൃദ്ധൻ നിൽക്കുന്നത് കണ്ട് ദീപുവാണ് പോയി കാറിൻ്റെ ബോണറ്റ് ഉയർത്തി വെച്ചതെന്നും അമ്പിളി പോലീസിനോട് പറഞ്ഞു. ഒത്താൽ 10 ലക്ഷം അമുക്കാം എന്ന് കരുതി ആദ്യം വണ്ടിയിലുണ്ടായിരുന്ന ആ 10 ലക്ഷം കണ്ടില്ല എന്ന് അമ്പിളി പറഞ്ഞു. പിന്നെ മൊഴിമാറ്റി കാശ് ഭാര്യയുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിലും ഭാര്യ 3 ലക്ഷം അമുക്കാൻ നോക്കി, അതും പോലീസ് പിടികൂടി എന്നാണ് അറിവ്. കൃത്യമായ പ്ലാനിംഗ് നടത്തി കൃത്യം നടത്തേണ്ടുന്ന സ്ഥലവും സന്ദർഭവും എല്ലാം ഉറപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് അമ്പിളി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന് തെളിവിൻ്റെ ആവശ്യത്തിലേക്കായി ഇതിൻ്റെയെല്ലാം അവ്യക്തമായ CCTV ഫുട്ടേജും കോൾ ലിസ്റ്റും എല്ലാം കിട്ടും. പക്ഷേ കൊല നടത്തുവാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തുവാൻ സാധിക്കില്ല. കാരണം അത് ആറ്റിൽ എറിഞ്ഞു കളഞ്ഞു, രക്തം പുരണ്ട വസ്ത്രം കത്തിച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ കത്തിച്ച് കളഞ്ഞത് പോലീസിന് കിട്ടും. അതുകൊണ്ട് ട്രയൽ വരുമ്പോൾ ദൃക്സാക്ഷിയില്ല, കാറിൽ നിന്ന് പ്രേതം പോലെ ഇറങ്ങിപ്പോകുന്ന ഒരു അവ്യക്തമായ രൂപം കാണാം, കൃത്യം നടത്തിയ ആയുധമില്ല, രക്തക്കറമുണ്ട വസ്ത്രമില്ല, മിടുക്കനായ ഒരു വക്കീലുണ്ടെങ്കിൽ സംശയത്തിൻ്റെ നിഴലിൽ പ്രതി രക്ഷപ്പെടും. പണി അറിയാവുന്നവരാണ് പിന്നിൽ എന്ന് വ്യക്തം. അപ്പോൾ വീണ്ടും ഉയരുന്ന ചോദ്യം, ആരാണ് ഈ കൃത്യം ചെയ്യിച്ചത്, എന്തിനു വേണ്ടി എന്നാണ്. അതിനുള്ള അന്വേഷണം ആദ്യം തുടങ്ങേണ്ടുന്നത് സാമ്പത്തികമായി അത്ര നല്ല അവസ്ഥയിലല്ലായിരുന്ന ദീപുവിന് എങ്ങനെയാണ് പെട്ടെന്ന് മുക്കുന്നിമലയിൽ ക്വാറിയും ക്രഷർ യൂണിറ്റും ഒക്കെ ഉണ്ടായത് എന്നാണ്.
ദീപു ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയോ ബിസിനസ്സുകാരുടെയോ ബിനാമിയായിരുന്നോ? എങ്കിൽ ആരുടെ? ഇത്തരം ഇടപാടുകൾക്കും സെറ്റിൽമെൻറ്റുകൾക്കും സംരക്ഷണം ഒരുക്കിയിരുന്നതും ഇടനില നിന്നിരുന്നതുമെല്ലാം ഇവിടുത്തെ വലിയ ഗുണ്ടാ നേതാക്കന്മാരാണ്. അവരുടെ പിണിയാളുകൾ മാത്രമായിരുന്നു ചൂഴാറ്റുകോട്ട അമ്പിളിയെപ്പോലെയുള്ളവർ. അപ്പോൾ ദീപുവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ എന്തെങ്കിലും കടുത്ത വിശ്വാസവഞ്ചന അല്ലെങ്കിൽ മറ്റ് ഇടപാടുകൾ കൊലപാതകത്തിൽ കലാശിച്ചേക്കാം. പ്രൊഫഷണലുകളായ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നവർ ഒരു കാരണവശാലും അവർക്ക് കൊട്ടേഷൻ നൽകിയവരുടെ വിവരം പുറത്തു പറയില്ല. അതാണ് അവർക്ക് കൂടുതൽ ലാഭകരം. കാരണം പറഞ്ഞതിലും കൂടുതൽ പണം ലഭിക്കും. കേസ് അവർ നടത്തും. അകത്തു പോകുന്നവൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുക്കും. ആവശ്യം വന്നാൽ വിരട്ടുക പോലും ചെയ്യാതെ എപ്പോൾ വേണമെങ്കിലും പണം ആവശ്യത്തിന് ചോദിക്കാം. കൃത്യമായ സ്കെച്ച് തയ്യാറാക്കി ചെറുപ്പക്കാരായ പ്രൊഫഷണൽ കൊലയാളികളെ കൊണ്ട് ചെയ്യിച്ച് ഏത് നിമിഷവും അടിച്ചു പോകുവാൻ സാധ്യതയുള്ള അമ്പിളിയെപ്പോലെയുള്ള ഒരാളെ മുന്നിൽ ഇട്ടുകൊടുത്താൽ അയാൾ ഹാപ്പിയായി ജയിലിൽ പോകും. പുറത്തു നിൽക്കുന്നതിനേക്കാൾ അമ്പിളിയെപ്പോലെയുള്ളവർക്ക് ജയിലാണ് സേഫ്. 10-25 ലക്ഷം വീട്ടുകാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരും ഹാപ്പി. കാരണം അവസാനം ഇവനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായല്ലോ എന്നോർത്ത്. പോലീസും കൈവെക്കാൻ പേടിക്കും. കാരണം ഒരു പിടപടച്ചാൽ അപ്പോൾ തീരും. നാർക്കോ അനാലിസിസ് പോലെയുള്ള രാസപരിശോധനകൾ ആ ശരീരം താങ്ങില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഡമ്മി പ്രതികളായിരിക്കും കുറ്റമേറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ടുന്ന പെർഫെക്റ്റ് തെളിവുകൾ അവർ അവശേഷിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് മറ്റ് ദിശകളിലേക്കൊന്നും അന്വേഷണം ഒരിക്കലും പോകില്ല. കൂടുതൽ ഉറപ്പിന് കൃത്യത ഉറപ്പിക്കുന്ന അത്തരം എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് ഇട്ട് നൽകും. അതോടെ അക്കാര്യവും ക്ലീൻ. അതോടെ സംശയലേശമന്യേ തെളിയിക്കപ്പെട്ട ആ കൊലപാതകത്തിൻ്റെ കേസ് ഡയറിയും മടങ്ങും. ഒത്താൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുഖ്യമന്ത്രിയുടെ ഒരു മടലും ഉറപ്പ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.